ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. സോ ഇന്ന് മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ സെക്ഷൻ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഓവർവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മെഷീൻ ലേണിംഗ്, അതിന്റെ യൂസ് എന്താണെന്നും പിന്നെ അതിൽ എന്തൊക്കെയാണ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എല്ലാം ഞാൻ അതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വരാം. സോ മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, ഈ മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്, ഇതൊക്കെ എല്ലാം വരുന്നത് AI അണ്ടർ കാറ്റഗറിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റ്സ് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഇതിനകത്ത് മെഷീൻ ലേണിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, സോ നമ്മൾ ഇന്ന് മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോഡിംഗ് പരിപാടികളും അതിന്റെ AI എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആനക്കോണ്ട എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. സോ ആനക്കോണ്ട എന്ന് പറയുന്നത് ഒരു IDE ആണ്. അതിനകത്ത് ഒരുപാട് നമുക്ക് മൾട്ടിപ്പിൾ IDE അതിനകത്ത് കാണാൻ, ലൈക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, പിന്നെ അങ്ങനെ കുറേ ടൈപ്സ് ഒക്കെ ഉള്ളത് കാണാൻ പറ്റും. അതായത് ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആനക്കോണ്ടയുടെ സെറ്റപ്പ്. ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പൈചാർം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, ജൂപ്പിറ്റർ ലാബ്, QT കൺസോൾ, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് നമ്മൾ ആനക്കോണ്ട നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഈ ആനക്കോണ്ട നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയില് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. മെയിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇമെയിലിനകത്തായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഡൗൺലോഡ് നൗവിനകത്ത് നമുക്ക് രണ്ട് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്, മിനി കോണ്ട ഇൻസ്റ്റാളേഴ്സും ഉണ്ട്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാളേഴ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് 3 ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്, ലിനക്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ എൻ്റെ ഇരിക്കുന്നത് വിൻഡോസ് ആണ്. സോ വിൻഡോസിന്റെ സെറ്റപ്പ് ആയിരിക്കും ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇടുക. സോ നിങ്ങളുടെ മാക് ആണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മാക്കിനകത്തുള്ള ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, വിൻഡോസ് ഉള്ളവരാണെങ്കിൽ വിൻഡോസിന്റെ ഈ ഒരു ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഐ അഗ്രി കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ ഫോർ ജസ്റ്റ് മീ ആണോ അല്ലെങ്കിൽ ഓൾ യൂസേഴ്സ് ആണോ, അതായത് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് യൂസേഴ്സ് ആണോ കൊടുക്കുന്നത്. ഇതിപ്പോ എന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഡിഫറെന്റ് യൂസേഴ്സ് ആണ് എടുക്കുന്നെങ്കിൽ അത് ഓൾ യൂസേഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡീഫോൾട്ട് ഡെസ്റ്റിനേഷൻ ഫോൾഡർ ആയിരിക്കും വരുന്നത്. സി ഫോൾഡറിൽ ആയിരിക്കും ഇത് വരുന്നത്. സി ഫോൾഡർ, യൂസേഴ്സ്, യൂസറിന്റെ നെയിം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആനക്കോണ്ട 3 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് സി ടൈപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണം, നിങ്ങൾക്ക് വേറെ ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുക, PC എടുക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു D ആണെങ്കിൽ ഡിയിൽ എടുക്കാം, ഇയിലാണെങ്കിൽ ഈ ലോക്കൽ ഡിസ്കിൽ എടുക്കാം. നമ്മൾ D ആണ് എടുക്കുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ആണ് എടുക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ മേക്ക് ന്യൂ ഫോൾഡർ കൊടുത്തിട്ട് ആനക്കോണ്ട 3 എന്ന് പറഞ്ഞ് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഫോൾഡർ നെയിം, അതായത് ഫോൾഡർ നെയിം എന്താണോ ഇവിടെ ആനക്കോണ്ട 3 ആണ് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ സെയിം നെയിം തന്നെ അവിടെയും നിങ്ങൾ അവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇടേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ബ്രൗസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിസ് PC എടുത്തിട്ട് ഞാനിപ്പോ ഇവിടെ ഇയിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് ഞാൻ റീനെയിം ചെയ്ത് ആനക്കോണ്ട 3 എന്ന് പറഞ്ഞു ഓക്കെ അടിക്കാം. ഓക്കെ, ഈ ഓക്കെ അടിക്കുമ്പോൾ എനിക്ക് ഈ ഫോൾഡറിലായിരിക്കും ഇവിടെ വരുന്നത്. ഈ സെയിം നെയിം തന്നെ വേണം കൊടുക്കാനായിട്ട്. ഡിഫറെന്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഡീഫോൾട്ട് ഇൻസ്റ്റാളേഷൻ ഫോൾഡർ എന്ന് പറഞ്ഞാൽ C ഡ്രൈവിലായിരിക്കും. നിങ്ങൾക്ക് വേറൊരു ഫോൾഡറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ
ലോക്കൽ ഡിസ്ക് സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ ആനക്കോണ്ട 3 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇടുക. ഓക്കെ, അപ്പം ഞാൻ അതിനകത്ത് ഇട്ടു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് അത് ഡീഫോൾട്ട് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് രജിസ്റ്റർ ഈ രണ്ടാമത്തത് വേണ്ട, ആഡ് കൊടുക്കുക. ഇത് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി ആനക്കോണ്ട ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് തേർഡ് ചെക്ക് ബോക്സ്. സോ നിങ്ങൾ ഈ തേർഡ് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക. ഇനി ഈ സെക്കൻഡ് ചെക്ക് ബോക്സ് വളരെ യൂസ്ഫുൾ ആണ്, അത് സെലക്ട് ചെയ്തിരിക്കണം. ബിക്കോസ് നമുക്ക് കോണ്ട കമാൻഡ്സ് നമുക്ക് കോമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്ത് എൻവയോൺമെന്റ് നമ്മുടെ ആനക്കോണ്ട 3 പാത്ത് എൻവയോൺമെന്റ് വേരിയബിളിനകത്തോട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ എൻവയോൺമെന്റ് വേരിയബിൾസ് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസിൽ നമ്മളിവിടെ പാത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആനക്കോണ്ട 3 എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്ത് വരും. ഇവിടെ ആനക്കോണ്ട 3 കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മുടെ എൻവയോൺമെന്റ് പാത്ത് വേരിയബിൾസിനകത്ത് സെറ്റ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെക്ക് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഇത്തിരി കുറച്ച് മെനക്കേടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ആഡ് ആനക്കോണ്ട 3 ടു മൈ പാത്ത് എൻവയോൺമെന്റ് വേരിയബിൾ ഇവിടെ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഈ ഒരു ചെക്ക് ബോക്സിൽ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഈ ആനക്കോണ്ട ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ സെറ്റപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ആനക്കോണ്ട എല്ലാം ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾ ആകുമ്പോൾ ഈ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മളുടെ ഈ ഒരു കമാൻഡ്സ് എല്ലാം ഈ ഒരു പാത്ത് എല്ലാം നമ്മുടെ ഈ പാത്ത് എൻവയോൺമെന്റ് വേരിയബിൾസിനകത്തോട്ട് സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അതെല്ലാം ഇൻസ്റ്റാൾ സെറ്റപ്പ് ആയതിനു ശേഷം നമുക്കിവിടെ ആനക്കോണ്ട എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആനക്കോണ്ട നാവിഗേറ്റർ ആപ്പ് ആണ് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ആനക്കോണ്ടയുടെ നാവിഗേറ്റർ ആപ്പ് ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്ത സെറ്റപ്പ് ഏതാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വേണം. ഓക്കെ, സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനായിട്ട് നമ്മളിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സെർച്ച് ചെയ്യുക. അതിനകത്ത് നമ്മൾ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നിങ്ങളുടെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇല്ലെങ്കിൽ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്, ആനക്കോണ്ടയും സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡും. ഓക്കെ, ഇത്രയും രണ്ട് കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇൻസ്റ്റൻസ് ഓൾറെഡി റണ്ണിങ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് കോഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റപ്പ് എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.